UK സ്പോൺസർഷിപ്പിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ടയർ 2 വിസയിൽ നിൽക്കുന്ന സീനിയർ കെയറേഴ്സ് അല്ലെങ്കിൽ കെയറേഴ്സിന് ഇരട്ടടി ആയിക്കൊണ്ട് പുതിയ UK ഗവൺമെന്റിന്റെ ലോ വന്നിട്ടുണ്ട്. ഏപ്രിൽ 9, 2025 മുതൽ UK ഒരു കെയററിന് 12.83 സാലറി അല്ല അവർലി എങ്കിൽ അവർക്ക് വിസ പുതുക്കി കിട്ടാൻ സാധ്യതയില്ല എന്നതാണ് പുതിയ ലോ. അതുകൊണ്ട് നിങ്ങളുടെ എംപ്ലോയറിൻ്റെ അടുത്ത് മാക്സിമം എത്രയും പെട്ടെന്ന് സംസാരിക്കുക, നിങ്ങൾക്ക് വിസ പുതുക്കി കിട്ടുമോ എന്ന് ചോദിക്കുക. പറ്റുന്നത് എത്രയും നിങ്ങൾ ഒരു മെയിൽ ത്രൂ കോൺവെർസേഷൻ ചെയ്യുക. നിങ്ങളുടെ സോളിസിറ്ററോട് ചോദിച്ചിട്ടും കാര്യമൊന്നുമില്ല. ലോ എല്ലാം ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത്. നിങ്ങളുടെ മാനേജറോ ഹെഡ് ഓഫീസിലോ സോളിസിറ്ററോ ഒന്നും വിചാരിച്ച കാര്യങ്ങൾ നടക്കും എന്നതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇപ്പോൾ നിലവിലുള്ള സാലറി ഇച്ചിരൂടെ കൂട്ടി, ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ സാലറി 12.50, 12.60, 12.70, 12.80 വരെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ 10, 20, 30 പെൻസ് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പുതിയൊരു COS അടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ COS അനുസരിച്ച് നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് പുതുക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ഡിപ്പെൻസ് കൂടെ നിർത്തുകയും ചെയ്യാൻ പറ്റും. അതുപോലെ എല്ലാ ചാറ്റുകളും അല്ലെങ്കിൽ കോൺവെർസേഷൻ നിങ്ങൾ ഇമെയിൽ ത്രൂ ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേർക്ക് സ്പോൺസർഷിപ്പ് കൊടുക്കാമെന്നും പറഞ്ഞ് ജോലി കൊടുത്തു. കാരണം അവർക്ക് ആളെ ആവശ്യമുണ്ട്. മാനേജർ എങ്ങനെയും കെയർ ഹോം ഓടിക്കണമെങ്കിൽ ആളെ ആവശ്യമുണ്ട്. അപ്പോൾ ആളെ ആവശ്യമുള്ളതുകൊണ്ട് ഒരു സ്പോൺസർഷിപ്പ് കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് നിർത്തിയിരുന്നു. പിന്നെ ഹെഡ് ഓഫീസ് ഇതെല്ലാം റിജക്റ്റ് ചെയ്തു. അപ്പോൾ മാനേജർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ പറഞ്ഞ് ഹെഡ് ഓഫീസിൽ നിന്ന് വിസ കിട്ടിയില്ല. സോ ഇവിടെ നിന്ന് പിള്ളേർക്ക് തിരിച്ച് നാട്ടിൽ പോകേണ്ടി വന്നു. അതുകൊണ്ട് എല്ലാ കോൺവെർസേഷനും നിങ്ങൾ പറ്റുവാണെങ്കിൽ ഇമെയിൽ ത്രൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്പീലിന് പോകാൻ പറ്റും. സോ ഇവർ പറഞ്ഞിട്ടാണ് നമുക്കൊരു FLR എടുക്കാനും ഒക്കെ പറ്റും. ഫർദർ ലിവിങ് ടു റിമെയിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പലർക്കും അറിയാം, പലരും അതിലൊക്കെ നിൽക്കുന്നുണ്ട്. സോ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിസ മാറുക എന്നതാണ്. സോ അതിനുവേണ്ടി എംപ്ലോയറിൻ്റെ അടുത്ത് ആദ്യം ഒരു ഉറപ്പ് വരുത്തുക കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. ഇനി അവർ വിസ പ്രൊവൈഡ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള ഓപ്ഷൻ ഇത്രയേ ഉള്ളൂ. അവരിപ്പോൾ നിലവിൽ നിങ്ങൾക്ക് എത്രയാണോ ശമ്പളം, ഇപ്പോൾ 12.60 ആണ് ശമ്പളമെങ്കിൽ അതിനകത്ത് ഈ 83 വരുന്ന രീതിയിൽ ആഡ് ചെയ്തുകൊണ്ട് അവർ പുതിയൊരു COS അടിച്ച് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ കോൺട്രാക്ട് ഒപ്പിട്ട് കഴിഞ്ഞാൽ തീർന്നു. നിങ്ങളിപ്പോൾ നിലവിൽ 3 വർഷമാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ബാക്കി പ്ലസ് 2 ഇയർ അല്ലെങ്കിൽ 3 ഇയർ കൂടി അവരോട് കൂടെ വർക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ PR-ന് എലിജിബിലിറ്റി ആയിരിക്കും. അപ്പം അവർ തരാമെന്ന് പറഞ്ഞാൽ പുതിയ COS അടിച്ച് തരണം. തരത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതിയ വിസയ്ക്ക് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ പുതിയ സ്പോൺസറെ കണ്ടെത്തണം. ചിലപ്പോൾ പൈസ കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിയെന്നിരിക്കും. അതൊക്കെ നമ്മുടെ ലക്ക് പോലെ. കിട്ടത്തില്ല എന്ന് അവർ ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വിസ തപ്പിയെടുക്കുക. കാര്യം ഒരുപാട് വിസ ഷോർട്ടേജ് ആണ്. പലരും വിസയ്ക്ക് കിടന്ന് ഓടുകയാണ്. ഒരുപാട് പേര് വിസ കിട്ടാൻ നാട്ടിൽ പോയി ബുദ്ധിമുട്ടുന്നവരുണ്ട്. സോ നമ്മൾ എത്രയും പെട്ടെന്ന് വിസ എടുക്കുക. പിന്നെ നമ്മൾ എത്ര കാലമാണോ UK ടയർ 2 വിസയിൽ നിന്നത്, എത്ര മാസമാണോ നിന്നത്, അത്രയും മാസം നമുക്ക് പുതിയ സ്പോൺസർഷിപ്പ് മുതൽ അങ്ങോട്ടും കൗണ്ട് ചെയ്യും. അത് ആഡായി കിട്ടും. കാര്യം നിങ്ങളുടെ 5 ഇയർ ആണ് PR-ന് എലിജിബിലിറ്റി എങ്കിൽ അത്രയും നിങ്ങൾ 2 മാസം, 2 വർഷം, 3 വർഷം എത്ര നിന്നോ അതും ഇതിനകത്ത് ആഡ് ഓൺ ആയി കിട്ടും. അതുപോലെ ഡിപ്പെൻസിനും അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് നിൽക്കുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും. ജസ്റ്റ് നിങ്ങളുടെ വിസ ഇവിടുന്ന് സ്വിച്ച് ചെയ്ത് അപ്പുറത്തോട്ടൊന്നും മാറുന്നേ ഉള്ളൂ. സോ അതുകൊണ്ട് ഏറ്റവും നിർണായകമായുള്ള സമയം എന്ന് പറഞ്ഞാൽ ഈ ഏപ്രിൽ 9 മുതൽ അടുത്ത വർഷം ഏപ്രിൽ വരെ വിസ പുതുക്കേണ്ടവർക്കാണ് ഇച്ചിരിയുടെ നിർണായക സമയം. അടുത്ത ഏപ്രിലിന് ചിലപ്പോൾ ഈ നിയമം കാണത്തില്ലെന്നിരിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ സാലറി കൂട്ടിയെന്നിരിക്കാം. സോ ഇതിൻ്റെ ഇടയ്ക്ക് വിസ പുതുക്കേണ്ടവരുണ്ടെങ്കിൽ മാക്സിമം പുതുക്കുക. അതുപോലെ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡിപ്പെൻഡൻസിലും നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഇവിടെ നിൽക്കാൻ പറ്റും. PR-ന്റെ സമയമാകുമ്പോഴത്തേക്ക് PR വീണ്ടും നീക്കി വെക്കുക. കാരണം 8 വർഷത്തേക്കോ 10 വർഷത്തേക്കൊക്കെ നീട്ടണമെന്നൊക്കെ പറയുന്നുണ്ട്. ഓഫ് കോഴ്സ് ഇവിടെ സ്റ്റുഡൻസ് ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞ് നമ്മുടെ പൈസ എല്ലാം ഇവിടെ ചിലവായി കഴിഞ്ഞ് നമ്മൾ പൈസ ഉണ്ടാക്കേണ്ട സമയമായപ്പോൾ നമ്മുടെ കടമൊക്കെ തീർന്നു വരുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ കെട്ടും കിടക്കയായിട്ടേക്ക് നാട്ടിൽ പോകേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. ഈ കടമ്പയും കൂടെ എങ്ങനെയും ചാടിക്കിടക്കുക എന്നാണ്. ഓരോ ദിവസം പുതിയ പുതിയ നിയമങ്ങളും ഒക്കെ വരുന്നതുകൊണ്ട് നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പേര് ഇപ്പം മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ടെൻഷനിലും കാര്യത്തിലൊക്കെ. അതുകൂടാതെ അവർ കൂടിയതുകൊണ്ടോ, അതായത് സാലറി കുറച്ചുകൊണ്ടും അവർ കൂടിയുകൊണ്ടും അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ വർക്ക് എടുത്തത് കൊണ്ട് നമുക്ക് ആനുവലി അല്ലെങ്കിൽ മന്ത്ലി അല്ലെങ്കിൽ വീക്ക്ലി ഉള്ള സാലറി കൂട്ടിയത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നതിനെക്കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും 9-ാം തീയതിക്ക് ശേഷം അത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യേണ്ടതാണ്. അതായത് നമ്മുടെ സാലറി 12.83 ആണ് ഒരു ബേസിക്ക് പറയുന്നത് 1 അവറിന്. പക്ഷേ അതിന് ശേഷം അത് അല്ല, അവർക്ക് ആനുവലി അല്ലെങ്കിൽ മന്ത്ലി ഒരു ഇത്ര സാലറി വരും, അല്ലെങ്കിൽ 25,000 അങ്ങനെ ഇതിലൊരു ഫിക്സഡ് സാലറി പറയുന്നുണ്ടെങ്കിലും നമ്മൾ അവർ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ കോൺട്രാക്റ്റിന് ചിലപ്പോൾ വ്യത്യാസം വരും. ചിലർ 48 മണിക്കൂറായിരിക്കും, ചിലർ 42 മണിക്കൂറായിരിക്കും. അപ്പോൾ അവർ അവർലി പറയുന്നതുകൊണ്ടാണ് 12.83 പറയുന്നത്. ഇനി വീക്ക്ലിയോ മന്ത്ലിയോ അല്ലെങ്കിൽ ആനുവലി ഇത്ര ഇൻകം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അവർ കൂട്ടിയെടുക്കാൻ പറ്റും. സോ എന്തായാലും 9-ാം തീയതി കഴിഞ്ഞ് അതിൻ്റെ ഫിക്സഡ് ആയിട്ട് എന്താണ് ലോ വരുന്നത് നമുക്ക് ഒന്നുകൂടെ കണ്ടറിയാം. പിന്നെ ആരെങ്കിലും എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വല്ല ലോയെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. സോ എല്ലാവർക്കും ഒരു റിലാക്സേഷൻ പോലെ പറയാം, UK അല്ല ജീവിതം. നമുക്ക് UK അല്ലെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോയി ജീവിക്കാൻ പറ്റും. അത് മാക്സിമം ട്രൈ ചെയ്യുക. പിന്നെ പറ്റിയില്ല വിട്ടുകൊടുക്കുക എന്നുമാണ്. ഓക്കെ ദെൻ ബൈ. താങ്ക് യു.